ഹായ് നമസ്കാരം. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നയാളാണോ? എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്ന ചില സാധാരണ തെറ്റുകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണത്? അതെങ്ങനെ പരിഹരിക്കാം? നമുക്ക് നോക്കാം. നിങ്ങളിൽ പലർക്കും തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഇത്. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ വിചാരിക്കുന്ന അത്ര വേഗത്തിൽ വളരുന്നില്ലല്ലോ എന്ന്. ഇതൊരു കോമൺ ടെൻഷനാണ്. നിങ്ങൾക്കും ഇങ്ങനെ ഒരു ആശങ്കയുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു കാര്യം അറിയാമോ? ഏകദേശം 90% ഇൻവെസ്റ്റേഴ്സും, അതെ 10-9 പേരും നമ്മൾ ഈ പറയാൻ പോകുന്ന സിമ്പിൾ തെറ്റുകൾ വരുത്താറുണ്ട്. ഇത് ലോങ് ടേമിൽ അവരുടെ സമ്പാദ്യത്തെ വലുതായി തന്നെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ ആദ്യത്തെ തെറ്റ്? ഇതിനെ ഒരു ഫിക്സഡ് SIP ട്രാപ്പ് അല്ലെങ്കിൽ കെണി എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ SIP തുക വർഷങ്ങളോളം ഒരു മാറ്റമില്ലാതെ അതുപോലെ തന്നെ തുടരുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണും? അതിൻ്റെ ഉത്തരമാണ് സ്റ്റെപ്പ് അപ്പ് SIP. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വരുമാനം കൂടുമ്പോൾ അതിനനുസരിച്ച് SIP തുകയും എല്ലാ വർഷവും ഒരു ചെറിയ ശതമാനം വെച്ച് കൂട്ടുക. സിമ്പിൾ. ഇപ്പോൾ മിക്കവാറും എല്ലാ ഫണ്ട് ഹൗസുകളും ഈ ഓട്ടോമാറ്റിക് സ്റ്റെപ്പ് അപ്പ് ഓപ്ഷൻ തരുന്നുണ്ട്. ഓൺലൈനായിട്ട് ഒരു ക്ലിക്കിൽ ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും. നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ കാര്യം ക്ലിയർ ആക്കും. നിങ്ങളൊരു നിശ്ചിത തുക, അതായത് ഒരു ഫിക്സഡ് SIPയിൽ ദീർഘകാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 19 ലക്ഷം രൂപ വരെ കിട്ടിയേക്കാം. എന്നാൽ അതേസമയം നിങ്ങളൊരു സ്റ്റെപ്പ് അപ്പ് SIP ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ കിട്ടുന്ന തുക ഏകദേശം 43 ലക്ഷം രൂപ വരെയാകാം. കണ്ടില്ലേ വ്യത്യാസം? ഇരട്ടിയിൽ കൂടുതൽ. ഒരു ചെറിയ സ്ഥിരമായ വർധനവ് കൊണ്ട് എത്ര വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ? അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഓരോ വർഷവും നിങ്ങളുടെ SIP എമൗണ്ട് ഒരു 10% കൂട്ടാൻ ശ്രമിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് ഇത് നിങ്ങളെ വളരെ വേഗത്തിലെത്തിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ തെറ്റിലേക്ക് പോകാം. ഇത് ചില പേരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മുടെ SIPയുടെ ഡേറ്റ്. ഓരോ മാസവും ഏത് ഡേറ്റിലാണ് നിങ്ങളുടെ SIP പണം അക്കൗണ്ടിൽ നിന്ന് പോകുന്നത്? അതിനെന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ചിലർ പറയും ഒരു കാര്യവുമില്ലെന്ന്. പക്ഷേ ശരിക്കും അതിന് പ്രാധാന്യമുണ്ടോ? നമുക്ക് നോക്കാം. ചില അനലിസ്റ്റുകൾ പറയുന്നത് മാസത്തിന്റെ തുടക്കത്തിലോ, അതായത് 1-നും 10-നും ഇടയിലോ, അല്ലെങ്കിൽ മാസത്തിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലോ SIP വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ്. കാരണം ഈ ദിവസങ്ങളിൽ മാർക്കറ്റിൽ കുറച്ചുകൂടി വോളറ്റാലിറ്റി, അതായത് ചാഞ്ചാട്ടം കാണാൻ സാധ്യതയുണ്ട്. ഈ ചെറിയ വിലയിടിവുകൾ നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാൻ ഒരു അവസരം തന്നേക്കാം. ഇതിനെയാണ് നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. ചെറിയൊരു വ്യത്യാസമേ ഉണ്ടാകൂ, പക്ഷെ ലോങ് ടേമിൽ അതും ഒരു നേട്ടം തന്നെയാണ്. അപ്പോൾ അടുത്ത തെറ്റിലേക്ക് കടക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി, അതായത് നഷ്ടം സഹിക്കാനുള്ള കഴിവിനെപ്പറ്റി യാതൊരു ധാരണയുമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഈ റിസ്ക് കപ്പാസിറ്റി? സിമ്പിളായി പറഞ്ഞാൽ, മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റും, അതാണ് നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റി. ചിലർക്ക് മാർക്കറ്റ് ഇടിയുന്നത് കാണുമ്പോൾ പേടിയാകും, പെട്ടെന്ന് പണം പിൻവലിക്കാൻ തോന്നും. മറ്റു ചിലർക്ക് അതൊരു അവസരമായിട്ടാകും തോന്നുക. നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് സ്വയം മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാൻ. ഉദാഹരണത്തിന്, ഒരു മീഡിയം റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് ചിലപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയുടെ 60% ഇക്വിറ്റി ഫണ്ടുകളിലും ഒരു 10% ഗോൾഡിലും ബാക്കി 30% ഡെറ്റ് ഫണ്ടുകൾ പോലെ കുറച്ചുകൂടി സേഫായ ഇടങ്ങളിലും നിക്ഷേപിക്കാം. ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ബാലൻസ് കൊടുക്കും. മാർക്കറ്റ് ഇടിയുമ്പോഴും വലിയ നഷ്ടം വരാതെ നോക്കാൻ ഇത് സഹായിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാലാമത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തെറ്റാണ്: ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ വൈവിധ്യവൽക്കരണമില്ലാത്തത്. ഇൻവെസ്റ്റ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ: ഡൈവേഴ്സിഫിക്കേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ വെക്കരുത് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. അപ്പോൾ എന്താണ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ? നിങ്ങളുടെ പണം പലയിടത്തായി വിഭജിച്ച് നിക്ഷേപിക്കുക. കുറച്ച് പണം ലാർജ് ക്യാപ് ഫണ്ടുകളിൽ, കുറച്ച് മിഡ് ക്യാപ്പിൽ, പിന്നെ കുറച്ച് സ്മോൾ ക്യാപ്പിൽ, കുറച്ച് ഇക്വിറ്റിയിൽ, കുറച്ച് ഡെറ്റിൽ, അങ്ങനെ. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഒന്ന് മോശമായാലും മറ്റൊന്ന് നമ്മളെ രക്ഷിക്കും. അതാണ് ഐഡിയ. ഇങ്ങനെ പലതരം ഫണ്ടുകളിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ റിസ്ക് ഒരുപാട് കുറയും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4 തെറ്റുകളും കേട്ടല്ലോ. ഇനി ഇത് എങ്ങനെ ശരിയാക്കാമെന്ന് ചുരുക്കി പറയാം. ഇതാ നിങ്ങൾക്കുള്ള ഒരു 4-point ഫിക്സ്. ഇത് വളരെ സിമ്പിളാണ്. 1. നിങ്ങളുടെ SIP സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. എല്ലാ വർഷവും കുറച്ചെങ്കിലും കൂട്ടുക. 2. നിങ്ങളുടെ SIP ഡേറ്റ് മാസത്തിന്റെ തുടക്കത്തിലേക്കോ അവസാനത്തിലേക്കോ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. 3. നിങ്ങളുടെ റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുക. 4. നിങ്ങളുടെ പോർട്ട്ഫോളിയോ പലതരം ഫണ്ടുകളിലായി ഡൈവേഴ്സിഫൈ ചെയ്യുക. ഈ 4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ്
ശരിക്കും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണോ അതോ ഈ പറഞ്ഞ തെറ്റുകൾ നിങ്ങളും വരുത്തുന്നുണ്ടോ? ഒന്നിരുത്തി ചിന്തിക്കുക. വേണ്ട മാറ്റങ്ങൾ ഉടൻ തന്നെ വരുത്തുക.